അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തൗഫീഖ് കൊണ്ട് മഹാനായ താജുൽ ഉലമയുടെ അവർ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ഭാഗ്യം കിട്ടി. ആ ഉദ്ഘാടനത്തിന് മഹാനായ തങ്ങളുടെ മകനും ഇവിടെ കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയ കാര്യം തന്നെ. തങ്ങളെ കാണുന്നതിന് പകരം മകനെ കാണാലോ. അതും തന്നെ തങ്ങൾ ദീനുൽ ഇസ്ലാമിനെ മുറുക്കി പിടിച്ച് അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ദുനിയാവിൻ്റെ സുഖമെല്ലാം ഒഴിവാക്കിയാണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ ജീവിച്ച മഹാനായിരുന്നു മഹാനായ താജുൽ ഉലമ. ആരെയും കൂസുമില്ല. ആരായാലും മന്ത്രിയായാലും രാജാവായാലും ദീനുൽ ഇസ്ലാമിൻ്റെ എതിര് പറയാൻ ആരെയും അനുവദിക്കാത്ത ഒരു ജീവിതമായിരുന്നു മഹാനായ താജുൽ ഉലമയ്ക്ക്. അവർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ ഇത് ഇന്നും ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ ജീവിപ്പിക്കലാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം. കുറേ ആൾ കൂടി പിരിഞ്ഞു പോരല്ല. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാൽ എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ എന്ന റസൂൽ പറഞ്ഞ്, നിങ്ങൾ എൻ്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദീനും കുടിച്ചോളി എന്ന് നമ്മളോട് ഉപദേശിച്ച ആളാണ്. അല്ലാഹു തആല തന്നെ പറഞ്ഞ്, വലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശറഅ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. ഇവിടെ പല പാർട്ടികളും വന്നുകൊണ്ട് പലതും പറയും. ഒക്കെ വരുമ്പോൾ അല്ലാഹു തആല പറയാണ്, അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങളെ റബ്ബിന് തന്നെയാണ് സത്യം. ഒരു മുഅ്മിനാവൂല ഹത്താ യുഹക്കിമൂക, തങ്ങളെ ഹാക്കിമാക്കണരെ ഫീമാ ശറഅ ബൈനഹും, ഓരോ അഭിപ്രായ വിശേഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനത്തിനാക്കണവരെ മുഅ്മിനാവൂല. എന്നിട്ട് അത് വയസ്സല്ലിമൂ തസ്ലീമാ, അത് പൂർണ്ണമായി സമ്മതിക്കണവരെ മുഅ്മിനാവൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നബി സല്ലല്ലാഹു തങ്ങളെ പറ്റി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ സഹാബത്തിനെ ഏൽപ്പിച്ചു ഈ ദീനുൽ ഇസ്ലാം. ഇനി റസൂലുള്ളാഹിന്റെ ശേഷം നബി ഉണ്ടാവില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ ഏൽപ്പിച്ച് ഈ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ? മഹാന്മാരായ സഹാബത്തിനെ ഏൽപ്പിച്ച്. എൻ്റെ അസ്ഹാബി കന്നുജൂം ഫബിഅയ്യി യുഖ്തദൈതും യുഖ്തദൈതും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഹാബന്മാരെ വെളിച്ചം കിട്ടിയിരിക്കണേ. നക്ഷത്രം പോലെയാണ് ഓർക്ക് എല്ലാവരും എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ ഹിദായത്തിട്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് അവരെ അനുഗമിക്കണമെന്ന് അതിനു വേണ്ടി നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർ കൊണ്ടുവന്ന ഈ ദീനുൽ ഇസ്ലാമാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. അഹ്ലു സുന്നത്ത് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളുടെ സുന്നത്ത്. ഖൈറുൽ എന്ന് പറഞ്ഞല്ലോ, ഖൈറുൽ കലാമി കലാമുല്ലാഹ് ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതചിട്ടയിൽ നിന്ന് ഏറ്റവും നല്ലത് ഏതാ? റസൂലുള്ളാഹിന്റെ ജീവിതചിട്ടയാണ് എന്ന് പറഞ്ഞതാണ് സുന്നത്ത്. ആ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാൽ സഹാബത്ത് പറഞ്ഞ ജമാഅത്തും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതന്നെ ഇസ്ലാം ദീൻ പറഞ്ഞപ്പോൾ ഈ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ ഇസ്ലാം ദീനല്ലാത്ത ദീന് സ്വീകരിക്കൂല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാമല്ലാത്ത ദീനിനെ ആര് തേടിയോ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ മുസ്ലിമാകണം. മുസ്ലിമാകണം എന്ത് ചെയ്യണം? നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഹ്ലുകാരാകണം. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നിപ്പോൾ ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയത് ഈ നമ്മൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസങ്ങളും ഈ പ്രവർത്തനങ്ങളൊക്കെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതുകൊണ്ട് അതിലെല്ലാവരും അടിയുറച്ച് നിൽക്കണം. നമ്മുടെ നാട്ടിലുള്ള മദ്രസകൾ, നാട്ടിലെ ദർസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാക്കി നിർത്തണം. ജനങ്ങൾക്ക് ആകർഷണം കൊടുക്കണം. ഇത് ദീനുൽ ഇസ്ലാമാണ്, ഇതുകൊണ്ട് രക്ഷപ്പെടുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് ബാധ്യസ്ഥരാണ് നമ്മളൊക്കെ. ഇതിൻ്റെ അംഗങ്ങളൊക്കെ എല്ലാ മുസ്ലിമീങ്ങളാണ്. ഇതാണ് കിതാബിലൊക്കെ പറഞ്ഞ് ഇഖാമത്ത് ദീന് ഫർദ് കിഫായിയാണ്. എന്താ ഇഖാമത്ത് ദീന്? അത് സംശയങ്ങൾ വന്ന് കൊടുത്ത് തീർത്തു കൊടുക്കുക, പിന്നെ വിരജാത്ത് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിക്കൽ ഫർദ് ആണ്. ആരെങ്കിലും ഒന്ന് ചെയ്യാഞ്ഞാൽ എല്ലാവരും കുറ്റക്കാരാവും എന്ന് പറഞ്ഞ് അപ്പം എല്ലാവരും അതിന് അറിയാറാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഉപദേശം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ നല്ലോണം സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.